നല്ല കണ്ടു കുഴപ്പമില്ല, കൊള്ളാം. ടോവിനോ കൊള്ളാം. ടോവിനോ നല്ല സെൻറ്റിയൊക്കെ ഉണ്ട്, കുഴപ്പമില്ല, കൊള്ളാം. ടോവിനോ നന്നായിട്ടുണ്ട്, കരിയർ ബെസ്റ്റ് ആണെന്ന് പറയാം. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. കൊള്ളാം. പറയേണ്ട കാര്യം അവർ പറഞ്ഞതുപോലെ പറഞ്ഞു. നല്ല പുള്ളിക്ക് ഡ്രാമ കേട്ടോ, അത് ഭയങ്കര ഇൻറ്റൻസ്. പക്ഷേ ടോവിനോ നല്ല കുറേ നാൾക്ക് ബെസ്റ്റ് പെർഫോമൻസ്. നല്ല പടം, സൂപ്പർ പടമായിരുന്നു. നന്നായിട്ട് അഭിനയിച്ചു, എല്ലാവരും കൊടുത്ത രീതിക്ക് നല്ല മസ്റ്റ് വാച്ചബിളാണ്. ടോവിനോ നന്നായി ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സ് കുറച്ച് ബെറ്റർ ഒക്കെ ആയിരുന്നു സിനിമയുടെ, അല്ലാതെ ഓവറോൾ ഇറ്റ്സ് ഓക്കെ, ആവറേജ്. നല്ല കൊള്ളാം. പടമായിരുന്നു, നല്ല ഇമോഷണലി നല്ല കണക്റ്റാണ്. പിന്നെ നമുക്ക് ഒരു നാച്ചുറലായിട്ടൊരു സംഭവം ഒറിജിനലായിട്ട് കാണുന്ന ഒരു ഫീലിൽ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും പിന്നെ ടോവിനോയുടെ അഭിനയം, സുരാജ്, എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അടുപ്പം തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമയാണ്. പിന്നെ നമുക്കറിയാം മുത്തങ്ങ സംഭവം മുതലുള്ള കാര്യങ്ങൾ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്നും പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ളൊരു സമൂഹമാണ് ഗോത്രവർഗം. പക്ഷേ ഇപ്പം നമുക്കൊക്കെ അഭിമാനത്തോടെ നമ്മളൊക്കെ കാണുന്നൊരു കാഴ്ചയുണ്ട്. ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രസിഡൻറ്റ്, ഇന്ത്യൻ പ്രസിഡൻറ്റ് ഗോത്രവർഗത്തിൽ നിന്നുള്ളൊരു ലേഡിയാണ്. അവർ സാമൂഹ്യ പ്രവർത്തകയായി, MLA ആയി, ജാർഖണ്ഡിൻ്റെ ഗവർണറായി, ഇപ്പോൾ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിലിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ മാറ്റത്തിൻ്റെ ഒരു അഭിമാന മുഹൂർത്തമാണ്. സിനിമയിൽ സംസാരിക്കുന്നത് ഗോത്രവർഗത്തിൻ്റെ പച്ചയായ ജീവിതം തന്നെയാണ്. ഇതൊക്കെ നമ്മൾ കേരളം കണ്ട കാഴ്ചകൾ തന്നെയാണ്. കേരളത്തിൽ, സംസ്ഥാനത്തിലൊക്കെ ഇത്തരത്തിൽ മാറ്റങ്ങൾ വരണം. ഈ സിനിമ തിയേറ്ററിൽ എല്ലാവരും തിയേറ്ററിൽ വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം. ടൊവിനോ ആസ് യൂഷ്വൽ പൊളിയായിട്ടുണ്ട്. പിന്നെ സൗണ്ട് എഫക്ട്സ്, മിക്സിങ് എല്ലാം ഒരു രക്ഷയില്ല, സൂപ്പർ, മൈൻഡ് ബ്ലോയിങ്. എല്ലാവരും CK ജാനുമായിട്ട് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിൽപ്പ് സമരം മുതൽ CK ജാനുമായിട്ട് അടുത്ത ബന്ധമുള്ള ഒരാളാണ്. ഞാൻ പോയിട്ടുണ്ട് ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ. CK ജാനുവിനൊപ്പം അവരുടെ വീട്ടിലൊക്കെ പോകാനുള്ളൊരു ഭാഗ്യം കിട്ടിയ ആളാണ്. നിൽപ്പ് സമരത്തിന് ഒരുപാട് സപ്പോർട്ട് ആസ് എ സോഷ്യൽ വർക്കർ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ വളരെ അടുപ്പം എനിക്ക് ഈ ഗോത്ര മേഖലയിലോട്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ജാനുവിനെ അങ്ങനെ കാണുമ്പോൾ, കാരണം നേരിട്ടുള്ള ധീരയായ CK ജാനു എൻ്റെ അടുത്ത സുഹൃത്താണ്, നമുക്ക് അറിയാം. അപ്പോൾ അതിനോട് നീതി പുലർത്താൻ കുറേയെങ്കിലും ആ ആർട്ടിസ്റ്റിന് കഴിഞ്ഞിട്ടുണ്ട്. ഫിസിക്കലിയൊക്കെ ആ ഒരു അപ്പിയറൻസ് ലഭിക്കുന്ന ഒരു ആർട്ടിസ്റ്റിനെ തന്നെയാണ് അവർ കണക്ട് ചെയ്തത്. പുള്ളിക്കാരി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നന്നായിരുന്നു. മസ്റ്റ് വാച്ചാണ്, എല്ലാവരും തിയേറ്ററിൽ ഒന്ന് കാണണം. സൂപ്പർ സിനിമയാണ്. കൊള്ളാം, നല്ല പടം, നൈസ് പടം, ഇഷ്ടപ്പെട്ടു. നല്ല സിനിമയായിട്ടാണ് തോന്നിയത്. ഒരു അത്യാവശ്യം ശക്തമായിട്ട് രാഷ്ട്രീയം പറയുന്ന ഉള്ളടക്കമുള്ളൊരു സിനിമ. അനാവശ്യമായ കെട്ടുകാഴ്ചകളൊന്നുമില്ല. നല്ല സിനിമ എന്ന് വെച്ചാൽ ഒരു അത്യാവശ്യം ഗൗരവത്തിൽ സിനിമയെ സമീപിക്കുന്ന ആൾക്കാർക്ക് കണ്ടിരിക്കാം. അഭിനേതാക്കളും ആരും അത്ര മോശമായിട്ടില്ല. പിന്നെ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നത് എഴുത്തിൻ്റെയും സംവിധാനത്തിൻ്റെയും ഇതിലാണ് സിനിമ ശ്രദ്ധിക്കപ്പെടാൻ പോകുന്നത്. അത്ര തന്നെ, വേറൊന്നുമില്ല പറയാൻ. ടൊവിനോ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സിനിമയായിരുന്നു ബ്രോ. അതെ, നല്ല ആക്ടിങ് ആയിരുന്നു. പുള്ളി ആക്ച്വലി ഉള്ളതിനൊക്കെ തന്നെ. മൊത്തത്തിൽ നല്ല സിനിമയാണ്. അതായത് ഈ സിനിമ ഒരു 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 ആദിവാസി സമരത്തോടുള്ള സർക്കാരിൻ്റെ പ്രതികരണം, അതിനിടയ്ക്കുള്ള പോലീസിൻ്റെ കളിയാണ്. അത് ഇപ്പം നോക്കുകയാണെങ്കിൽ, ഇപ്പോഴത്തെ സാഹചര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ ആശാസമരത്തിനുള്ള സർക്കാരിൻ്റെ സമീപനം പോലെ തന്നെയാണ്. കളക്ഷനാവോ ഇല്ലെന്നുള്ള കാര്യം ഇപ്പോൾ എനിക്കതിനൊക്കെ നാളെ പറയാം ഞാൻ അതിൻ്റെ കാര്യം. ശരിക്കും എങ്ങനെയുണ്ട്? ഒരു 2 മണിക്കൂറേ ഉള്ളു പടം. ഫസ്റ്റ് ഹാഫ് ഒരു നെഗറ്റീവ് റോളിലാണ്. പക്ഷെ അതിന് ശേഷം മാറ്റങ്ങളുണ്ട്. പക്ഷേ മാറ്റങ്ങൾ ഒരു സിനിമയ്ക്കായിട്ട് ചെയ്ത പോലെ ഒരു നല്ല സബ്ജക്റ്റാണ്. പക്ഷേ സിനിമയ്ക്ക് അത്ര വർത്താണോ ഒരു സംശയം. അല്പം ബുദ്ധിമുട്ട്, കണക്ട് ആവാനുള്ളതൊന്നും അല്പം ബുദ്ധിമുട്ട്. അതാണ് ഇത് വരുന്നത്. നടന്നൊരു സംഭവം ഒരു ഫീൽ വെക്കുമ്പോഴാണ് വരുന്നത്. പക്ഷേ അത് ഇപ്പോൾ ഈ സിനിമയായിട്ടല്ല വരുന്നത്. സർക്കാരിൻ്റെ ഒരു രീതികളും നമ്മുടെ പോലീസും എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് ഇതാണ് വരുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് ആശാസമരമായിട്ട് ലിങ്ക് ചെയ്യാൻ പറയുന്നത്.